മലായിക്കത്തീങ്ങളെ സംഗമ വേദിയാണ്. അതുകൊണ്ട് സംഗമ സ്ഥലമാണ്. അതുകൊണ്ട് നിൽക്കുന്ന നിങ്ങളോ ഇരിക്കുന്ന നിങ്ങളോട്, നിൽക്കുന്നവരോടല്ല ഇരിക്കുന്ന നിങ്ങളോട് പറയട്ടെ, വളരെ സ്നേഹത്തോടെ വിശത്തോടെ നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തേക്ക് ആദ്യമായി വിളിക്കുന്നത് ആരറിയുമോ? ദുനിയാവിൽ എല്ലാ നന്മകളും ചെയ്യുമ്പോ മുന്നിൽ നിന്നവരെയാണ്, മുന്നിലിരുന്നവരെയാണ്, മുന്നിൽ പോയവരെയാണ്. അവരെ നാളെ സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കപ്പെടുമെന്നത് ഖുർആനാണ്. ആദ്യം വിളിക്കുന്നത് ദുനിയാവിൽ നല്ല കാര്യങ്ങൾക്ക് മുന്നിൽ വന്നോരെ. നല്ല കാര്യങ്ങൾക്ക് ആകുമ്പോ മുന്നിൽ പോണോ? ഹദ്ദാദിന് മുന്നേ പോണോ? തീരാനാകുമ്പോ പോണ്ടിയതല്ല. ജുമാക്ക് മുന്നേ പോണോ? അല്ലാണ്ട് ആ രണ്ടാമത്തെ ഹുതുബ തീരുമ്പോ പോന്നല്ല. വയസ്സന്മാരെ പൊന്ത് വന്ന് 58-ന്, ബാല്യക്കാരൻ പൊന്ത് ഫൈനൽ എന്തറിഞ്ഞ രണ്ടാമത്തെ ഹുതുബ ഓൻ ചെന്നാണ് ഫൈനൽ. ഫസ്റ്റത്തത് സെമി. എനിക്ക് തിരിഞ്ഞിട്ട് നിങ്ങന്റെ കൂടെ ഇല്ലേ? ഓൻ പുറത്ത് കേട്ടെന്നെ അങ്ങനെ അവന്റെ വിളിച്ചിട്ട് ഏതൊരു അന്നുകുറ ഉള്ള ഫൈനലാ സെമിയാൻ. ഫസ്റ്റത്തതാ രണ്ടാമത്തെ ഹുതുബയാൻ, സെമി ഫൈനലായി പോകീറാൻ. എത്ര ലേട്ടാണോ അത്ര ലേട്ടാ. കുഞ്ഞമാത്തിന് വന്നോ അങ്ങനെ, ഇനി വേദന വന്നോ അങ്ങനെ. ഞമ്മ ബാക്കേ കസാല കാലി അറിയാത്ത ബാർബർ മുടിയെടുത്ത പോലുണ്ട്. നീ നോക്കിയാലോ അതങ്ങനെ എല്ലായിടത്തും അങ്ങനെ. ഞാൻ ആക്ഷേപിക്കുന്നതല്ല, അങ്ങനെ പാടില്ല. നാളെ പരലോകത്തു നിങ്ങ ബാക്കാവോ, പരലോകത്തു നിങ്ങ പിന്തേണ്ടി വരോ. പടച്ചറബ് കാക്കട്ടെ, അമീഞ്ചല്ല പടച്ചറബ് കാക്കട്ടെ. ഇനി ഞങ്ങൾ എതിർക്ക് പോയിട്ട് നിൽക്കുന്ന ജാഗോടറിഞ്ഞ ആരും വിളിക്കാണ്ട്, ആരും കൊണ്ടുപോവാണ്ട്, ആരും ഊന്തിട്ടിടാണ്ട് എതിർക്ക് പോയിട്ട് നിൽക്കണ. അത് സീർണിന്റെ ലൈനാണ്. നിങ്ങൾ നോക്കി ബൈസന്മാർ പോലും, ചെല്ലറും അല്ല ചില ബൈസന്മാർ പോലും അങ്ങനെ നിസ്കാരത്തിനല്ല പള്ളിക്ക് വന്നെങ്കിൽ ബാക്ക് ആരും കിടാവനുണ്ടെങ്കിൽ പിടിച്ചിട്ട് ഊന്തിരുന്ന കോളർ പിടിച്ചിട്ട് നീ എന്താ ബൈസന്മാരെ പോലെ ബാക്ക് തന്നെ മുന്നേക്ക്. അതേ കിടാവ് നാളെ സീർണിന്റെ ലൈനിൽ പോയിട്ട് എതിർല് കെട്ടില്ല. ഇയാളെ പോയിട്ട് അവിടെ നീ എന്താ എതിർല് ബൈസന്മാരെ കണ്ടാണല്ലേ ഞണ്ണണ്ടിയോടെ ഞമ്മ എതിർല്. അപ്പൊ ഇരിക്കുന്ന നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ വലിയ ഭാഗ്യവന്മാരാണ്. നാളെ അല്ലാഹു ഞങ്ങളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടത്തി തരട്ടെ. നിങ്ങളെ നേരെ മുമ്പിലെ കസേര കാലിയുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ, മുന്നിലും ബാക്കിലും നോക്കാതെ അല്ലാഹനെ മാത്രം ഓർമ്മിച്ചിട്ട് ആ ഫ്രണ്ടിലേക്കൊന്ന് കയറിയിരിക്കണോ. നിങ്ങളെ എതിർത്ത കസേരക്കൊന്ന് കയറിയിരിക്കണോ. കസേര തൊടണ്ട, കസേര ആട്ടണ്ട, കസേര എടുക്കണ്ട. നിങ്ങളെ എതിർത്ത കസേര കാലിയുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് കയറിയിരുന്നോളൂ. അല്ലാഹു ഞങ്ങളെ മജ്ലിസ് പൊരുത്തപ്പെട്ട മജ്ലിസാക്കട്ടെ. എല്ലാരും അയാളെ നോക്കണ്ട, അയാളൊക്കെ പുറത്ത് ഞമ്മ പോകുന്നില്ല. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്, വിളിച്ചിട്ട് എനിക്ക് എല്ലാപ്പുറം പോന്നോ നോക്കാം. ചില ആൾക്കാർ ഇങ്ങനെയുണ്ട്, അങ്ങനെ എണിക്കണമെന്നുണ്ട്. ഇയാൾ ചെല്ലിട്ടാൻ പിന്നെ എണിക്കണം അങ്ങനമ്മ. ഞാൻ ആര് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ? നിങ്ങളല്ല, നിങ്ങൾ ബേജാറാണ്ട. ഇയാളെല്ലാം ചെല്ലിട്ടല്ലേ. ഞാൻ ചെല്ലിയ കോലത്തിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആണ്ടും പോളോ വേല പറയണ നേർച്ചാക്കിയിട്ടുമില്ല. പണ്ട് ഏകദേശം 10-18 കൊല്ലം മുന്നല്ലോ ഞങ്ങളെ KMA ഉസ്താദ് കൊടുക്കതിനെ പോലെയുള്ളവരല്ലോ നമുക്കെല്ലാം നല്ലൊരു അവസരം തന്നു. പടച്ചെറുപ്പ് കബൂലാക്കി ഇതുവരെ പോയി. അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹു പറഞ്ഞ എനിക്കും കേട്ടവർക്കും ഉപകാരപ്പെടുത്തട്ടെ. അവർക്കൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. അപ്പൊ അദബ് എന്നത് എപ്പോഴും ജാഗ്രതയിൽ വേണം. അത് മക്കൾക്ക് ചെല്ലു കൊടുക്കുമ്പോ കുഞ്ഞുമോനെ പള്ളിന്റെ പോയെങ്കിൽ ഇങ്ങനെ ഉമ്മ ജാഗ്രതയിൽ വേണോ. കൂറ്റും കൗജാക്കണ്ട. വയലിന്റെ അവിടെ പോയി അങ്ങനെ അയിലിലെ പാഞ്ഞിരണ്ട. പള്ളിക്ക് പോയെങ്കിലും അങ്ങനെ വലിയോറിൽ നിസ്കരിക്കുന്നുണ്ടാവും. നീ സഫിന്റെ അടെല്ലാം പോയിട്ട് കൂറ്റും കൗജല്ലാക്കാൻ നിൽക്കണ്ട. അത് പുരക്കുന്ന വരുമ്പോ ചെല്ലു കൊടുക്കും. അത് കിടാവിനോട് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ട പാടാണ്. നിങ്ങൾ നോക്കൂ, ഞങ്ങളെ മദ്രസന്റെ പുസ്തകത്തിന്റെ ആദ്യത്തെ പാടെന്ത് എന്ത് നോക്കിട്ടേ കിടാവിന് ചെല്ലു കൊടുത്തിട്ടാന്ന് തോന്നല്ലോ മോദിക്ക്. പിന്നെ അതോ എന്താ അള്ളാന്ന് പഠിപ്പിക്കാൻ അലിഫില്ലേ? അള്ളാലെ അലിഫില്ലേ? അള്ളാലെ അലിഫില്ലേ? ഇല്ലേ? അല്ലാഹു അക്ബറിലെ അലിഫില്ലേ? എന്തേ അള്ളാന്ന് പശ്ചാത്ത പാഠത്തിൽ കൊടുക്കാന്? എന്തേ സ്വർഗ എന്ന് പശ്ചാത്തല പാഠത്ത് കൊടുക്കാന്? എന്തേ നിസ്കാരത്തെ പറ്റി പശ്ചാത്ത പാഠത്തിൽ കൊടുക്കാന്? എന്തേ മുഹമ്മദുൻ എന്ന് പശ്ചാത്ത പാഠത്തിൽ കൊടുക്കാന്? അതല്ല ഫസ്റ്റ് വേണ്ടിയത്. ഫസ്റ്റ് വേണ്ടിയത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മതപാഠം 14,000 ആണ്ട്
14,000 ആണ്ട്. ഒന്നല്ല രണ്ടല്ല നൂറല്ല ആയിരമല്ല 14,000 ആണ്ട്. 14,000 വർഷക്കിൻസൊളൂയച്ചോ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തിന്റെ കാവലുകാരനായി കോടാനകോടി മലായികത്തീങ്ങളെ ഉസ്താദായി സ്വർഗ്ഗത്ത് വലിയ ആബിദായി സാജിദായി അവിടെ കഴിഞ്ഞ വ്യക്തിയായിരുന്നു അസാസീൽ. ഇതുവരെ അവൻ സുജൂദിടാത്ത 1 ഇഞ്ച് സ്ഥലം പോലും സ്വർഗത്തിൽ ബാക്കിയില്ല. മലായികത്തീങ്ങളെ ഉസ്താദുമായിരുന്നു. മലായിക ജിബ്രീലിന്റെ അലൈഹിസ്സലാം ജിബ്രീലിന്റെ മീകായിലിന്റെ അസ്രായീലിന്റെ അങ്ങനെ കോടാനകോടി മലായികത്തീങ്ങളെ ഉസ്താദായിരുന്നു അസാസീൽ അലൈഹിസ്സലാം. ചൊല്ലിറുണ്ടാ അവന്റെ പശ്ചാത്ത പേരാണ് ആധാർ കാർഡിൽ. അസാസീൽ എന്തായി അവസാനോ? ഏതുവരെ? സ്വർഗ്ഗലോകത്ത് സ്വർഗം കാക്കുന്ന മലക്ക് മഹാനായ റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തോളത്ത് കൈയിട്ട് കുഞ്ചിയില് കൈയിട്ടിട്ട് കൗത്തിലേക്ക് കൈയിട്ടിട്ട് ഇങ്ങനെ നടക്കാൻ വരെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അയാൾക്ക്. ഒരാളെ കുഞ്ചില് കൈയിട്ടിട്ട് നടക്കണമെങ്കിൽ എത്ര ഫ്രീ വേണം അയാള്? ഇപ്പൊ ഞാനിപ്പോ വേദന വന്നാള് നിങ്ങൾ എന്റെ കുഞ്ചു കേട്ട് എന്തിനാ റാത്തൊന്ന് കേൾക്കുവാ ഞാൻ കേൾക്കോ? നിങ്ങൾ റാത്തല്ല നിങ്ങൾ കുഞ്ചു കേടോ? അത്ര ഫ്രീ വേണം, അത്ര നല്ല ഫ്രീഡം വേണം, അത്ര നല്ല എന്താ കോണ്ടാക്ട് വേണം, ബന്ധം വേണം, ടച്ച് വേണം. എന്നെങ്കിലും അങ്ങനെ ഫ്രീ ആണ്. ആ നിലക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് ഫ്രീയും ഫ്രീഡവും കൊടുക്കപ്പെട്ടയാളായിരുന്നു അസാസീൽ. റിദ്വാൻ അലൈഹിസ്സലാമിന്റെ കുഞ്ചിയില് കൈയിട്ടിട്ട് സ്വർഗ്ഗലോകത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യൻ എന്തായി? എന്തേ അവന് ഈ ഭാഗത്തിന്റെ കുറവുണ്ടാ? ആ ചങ്ങായി നമ്മളെ പോലെ ആട്ടിക്കുറിക്ക പുണ്യമോക്ക് സുജൂദിട്ടതല്ല. അവൻ സുജൂദിടാത്ത 1 ഇഞ്ച് സ്ഥലം അല്ലാഹുവിന്റെ വിശാലമായ സ്വർഗ്ഗലോകത്ത് ബാക്കിയില്ല. അത്ര കണ്ടി ഭാഗത്തെടുത്തയാള് ഞമ്മ കഴിഞ്ഞ കൊല്ലം റമളാനിൽ പള്ളിക്കോയിനി. ഇനിയിപ്പോ മറ്റത് പോരിക്കോ ഒരു 3 അത് കണ്ടീനാക്കല്ലോ, ഒരു 3 ഉണ്ടാവും. റമളാൻ മാസം കണ്ടെങ്കില കാളിയാർച്ച വന്നില്ലല്ലോ. അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഈ ഉമ്മത്തിന്റെ വലിയ നേതൃത്വമാണ്, ഞങ്ങളെ കാളിയാണ്, മഹാനരായ പാണ്ഡിത്യത്തിന്റെ വലിയ സാഗരമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹിതമായ ഇലാഹി പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര മുശാവറ അംഗമാണ്. അല്ലാഹു സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങൾക്കും എല്ലാ സാദാത്യങ്ങൾക്കും എല്ലാ തങ്ങന്മാരും ഉമറാക്കൾക്കും എല്ലാ പ്രവർത്തകന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. മറ്റെന്നെങ്ങാനും കാളിയാർച്ച മാസം കണ്ട് ചെല്ലെങ്കില് യാ റബ്ബ് ഞങ്ങൾക്ക് ഈ കൂടുന്ന ഈമാന്റെ കണക്ക ഈമാന് കൂടിയിട്ട് തൂഞ്ഞിട്ട് മറിയും അല്ലേ? പള്ളിയുടെ ഉള്ളു ഫുള്ളു മീനാരത്തിന്റെ കൊടിയിലും ഉണ്ട്. 3 ആള് തറാവിസ്കരിക്കുന്നു മീനാരത്തിന്റെ കൊടി തറയാകില്ല. പള്ളി ഫുൾ ഇരുന്നോ അപ്പുറപ്പുറെല്ലാം നടക്കട്ടെ. എനിക്ക് നടക്കുന്ന കാണുമ്പോ യാറോ വിശ്വാസം അല്ലെങ്കിൽ നല്ല ചന്തത്തിൽ പോയി ഇരിക്കണമെങ്കിൽ നല്ല റാഹത്തിൽ ഇരുന്നോളി. അള്ളാഹു കബൂലാക്കട്ടെ. രണ്ടിനും അള്ളാഹു കൂലി തരട്ടെ. ഈ ചില മനുഷ്യന്മാർക്ക് അങ്ങനത്തെ ഒരു ഫീലാണ്. അതങ്ങനെ അത് ഒരു പണിന്റെ ഇടയിൽ പിന്നെ ഒരു പണി എടുക്കുമ്പോ അതൊരു മനുഷ്യന് ഒരു എന്താ പറയാ ഒരു ഏകാഗ്രത അത് കുറയും. ഒരു JCBന്റെ കൂറ്റും കോച്ചാകുമ്പോ നമുക്ക് ഫോണിൽ മുണ്ടാനാ. ഒരു ബോർവെയിൽ പണിയെടുക്കുന്നിടത്ത് നമുക്ക് വേറെ എന്തെങ്കിലും പണി നടക്കുന്ന നിങ്ങൾ എന്തെല്ലാം തല്ലാട്ടി നിങ്ങൾ ഊതിയ പുക പോലെ ദമ്മു പിടിച്ചിനെ അല്ല? അങ്ങനല്ലേ? ഞാൻ ചെല്ല പോലെ തന്നെയല്ലേ ആണ്. അള്ളാഹു കബൂലാക്കട്ടെ. അപ്പൊ ഈന്റെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നത് പോകുന്നതല്ലാകുമ്പോ നമുക്കെന്തോ ഒരു ഇതുപോലെ അത് ഇപ്പൊ തുടങ്ങിന് മുന്നില്ല. ഇനി അള്ളാഹു സുഖാക്കി തരും. അതൊരു വിശ്വാസം നല്ലതല്ല. ചില ആൾക്കാർക്ക് നിസ്കാരത്തിന് ഊതെടുക്കുമ്പോ ഭയങ്കര ജോറ് വിശ്വാസം. റബ്ബേ ഒരുത്തം ഊതെടുക്കാൻ പോയെങ്കിൽ ഔദനെ അടിമേളാക്കും. ഞങ്ങളെ ഊടുത്ത ഔദനെ അടിമേടാക്കണമെന്നില്ല. മാഷാ അല്ലാഹ് ഞങ്ങളുടെ നാടിന്റെ പ്രസിഡന്റ് അത് 1.5 പ്രസിഡന്റാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാ കാര്യത്തിനും അയാൾ മുന്നിലാണ്. പ്രസിഡന്റ് ചെല്ലിട്ട് അയാൾ വലിയ ചെയറിൽ പോയിട്ട് കുത്തിരുന്നിട്ട് അപ്പൊ അയാൾ സ്റ്റോറി എല്ലാം കുറെ ആൾ എന്റെ ചെല്ലി 1-2 ആളെല്ലാം ചെല്ലുമ്പോ വിചാരിക്കണേ അത് അവരെ ചേളാളായിക്കണം. അങ്ങനെ ഏജന്റുമാർ എല്ലാവർക്കും ഇതങ്ങനല്ല. ഇത് വന്നവരെല്ലാരും ചെല്ലും. അയാൾ എപ്പോ നോക്കി പള്ളിന്റെ ഉടനെ ചുറ്റുഭാഗത്തെല്ലാം കൃഷിയും കാര്യങ്ങളുണ്ട്. എല്ലാം ഇതിന്റെ മുഖ്യധാരി പാത്രധാരി അയാൾ തന്നെ. ഹൗലുകഥനും കതിപ്പിക്കാനും മുണ്ടനും വിഷയാക്കാനും മാഷാ അല്ലാഹ് അതല്ലേ നേതൃത്വം. ഞാൻ ഇത് അയാളെ സുഖിപ്പിക്കുന്നതല്ല. അയാൾ കേൾക്കുന്നില്ല നമുക്കറിയൂല. ഞാൻ സുഖിപ്പിക്കുന്നതല്ല. ഞാൻ അയാളെ ജാക്കി വെച്ചിട്ട് പൊന്തിക്കുന്നതല്ല. അതൊരു യാഥാർത്ഥ്യമല്ലേ അല്ലേ? ഞാനിപ്പോ എത്രയോ പൊന്തിച്ചെങ്കിൽ എനക്ക് 6 പൈസ തരാല.
അത് എനക്ക് ഗ്യാരണ്ടി കടാകടി. ഇനി എത്ര ആളങ്ങനെ ജാക്കി വെച്ചിട്ട് പൊന്തിച്ചെന്ന് വെച്ചോ, എനക്ക് പയ്യ പോകുമ്പോ കിട്ടുന്ന അതേ 15,000 റുപ്യ അല്ലേ? ഏറിയാ കുറഞ്ഞ ഇപ്പൊ ചൊല്ലണം, നാളെ ക്ലിപ്പ് വരും. ഈനെ കട്ടാക്കിയിട്ടിട്ട് പള്ള വയ്ക്കുന്നവർ പള്ള നിറക്കുന്നവരുണ്ട് കുറച്ചാള്. ഈനെ കട്ടാക്കിയിട്ടിട്ട് സമൂഹത്തിന്റെ ഇടയിൽ ട്രോളിയിട്ട് ആലിമീങ്ങളെ തമാശാക്കിയിട്ട് മാത്രം വാട്സപ്പിൽ ഇട്ടിട്ട് ഈനെ പൈസാക്കിയിട്ട് മക്കളെ പോറ്റുന്ന കുറച്ചാളുണ്ട്. അവരെ ജീവിതത്തിന്റെ ഭാഗ്യാണത്. നമുക്ക് അവരവരൊക്കെ വിടാം. അവർക്കും അല്ലാഹു ഖൈറ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏത് പാട്ട് ഞാൻ ജാക്കി വെക്കുന്നതല്ല, ഞാൻ പോതുന്നതല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അവരാണ് നേതൃത്വം. അതാണ് നേതൃത്വം എന്ന് പറയുമ്പോ. നേതൃത്വം നന്നായാൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, 2 കൂട്ടര് നന്നായാൽ ഈ ലോകമേ നന്നായി, ഈ സമൂഹമേ നന്നായി, ഈ ലോകം മൊത്തവും നന്നായി. സിൻഫാനി മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ 2 വർഗം, 2 വിഭാഗം. ഇദാ സ്വലഹ, ആ 2 വിഭാഗം നന്നായാൽ സ്വലഹന്നാസു കുല്ലുഹും, ഈ ലോകം മുഴുവനും നന്നായി, ലോകത്തുള്ള ജനങ്ങൾ മുഴുവനും നേരെയായി. വൈദാ ഫസദ, അവരെങ്ങാനും ബെടക്കായാൽ ഫസദന്നാസു ജമീഅ, ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളും പിന്നെ ബെടക്കാവും. ആരറിയുമോ ആ 2 വിഭാഗം? ആ വലിയ പവറുള്ള, വലിയ ശക്തിയുള്ള, എല്ലാവരെയും നന്നാക്കാനും എല്ലാവരെയും ബെടക്കാക്കാനും കൽപ്പുള്ള, ത്രാണിയുള്ള ആ 2 വിഭാഗം ആരറിയോ? അല്ലുലമാഉ വല്ലുമറാ ശഫീഉൽ വറാ റസൂലുള്ളാഹ്. അല്ലുലമാ, ഒന്ന് ആലിമീങ്ങളാണ്, ഉഖ്റവിയായ ആലിമീങ്ങളാണ്. ഇവിടെ വന്നിട്ട് പോയ മഹാനരായ തഖ്വ ഉസ്താദിനെ പോലെയുള്ളവര്, മഹാനരായ അലി തങ്ങൾ കുമ്പോൾ മദനി തങ്ങൾ അവർകളെ പോലെയുള്ളവര്, അതുപോലെയുള്ള വലിയ വലിയ മഹാന്മാര്, ദീനിന്റെ ആലിമീങ്ങള്, അവരാണല്ലോ ആലിമീങ്ങള്. ആലിമ് നന്നാവണോ, ആലിമ് നന്നാവണോ. ആലിമ് നന്നായാൽ ലോകമേ നന്നായി. ആലിമെന്നെ ചൊറയാൻ നിന്നാലോ, ആലിമെന്നെ പാർട്ടിയാക്കാൻ നിന്നാലോ, ആലിമെന്നെ വാട്സപ്പിൽ കട്ടാക്കിരിടാൻ തുടങ്ങിയാലോ, ആലിമെന്നെ ഫിത്നയ്ക്ക് ചർച്ച തുടങ്ങിയാലോ, ആലിമെന്നെ ഉള്ള കുന്ത്രാണ്ടത്തിന് നേതൃത്വം വഹിച്ചാലോ, ഫസദന്നാസു ജമീഅ, പിന്നെ ജനങ്ങളെ ബെടക്കാവാൻ ഇബ്ലീസ് പോണോന്നില്ല. ആ ഫിത്നക്കാരനായ ആലിമ് മതി. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ, അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ, അല്ലാഹു ഞങ്ങളെ ഉഖ്റവിയായ ആലിമാക്കട്ടെ, അല്ലാഹു ഞങ്ങളെ ആമിലീങ്ങളായ ആലിമീങ്ങളാക്കട്ടെ. ആലിമീങ്ങൾ നന്നാവണോ? അവർ ഫിത്നന്റെ ഹലികാരാവരുത്, അവർ പാർട്ടിയാക്കുന്നവരാകരുത്, അവർ ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നവരാകരുത്, അവർ ചീത്ത പറയുന്നവരാകരുത്, അവർ കുറ്റപ്പെടുത്തുന്നവരാകരുത്. അതുപോലെ തന്നെ രണ്ടാമത്തത് ഉമറാക്കളാണ്. നാടിന്റെ നേതൃത്വം, നമ്മളെ ഭാഷയിൽ പറഞ്ഞ കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞെങ്കിൽ ശമ്പളം മാത്രം എണ്ണിട്ട് കൊടുക്കാനുള്ളവരല്ല, സ്വിച്ച് ബോർഡ് നേരണ്ടായില്ലേ എന്ന് നോക്കാനുള്ളവരല്ല, ഉസ്താദ് ലീവാക്കിയ ഇല്ലേ എന്ന് മാത്രം നോക്കേണ്ടവരല്ല. അവർക്ക് ഒരുപാട് ജവാബ്ദാരിയുണ്ട്, പണിയുണ്ട്. നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ, വേണ്ടാത്തരങ്ങൾക്കെതിരെ, അരുതായ്മകൾക്കെതിരെ, ഗാഞ്ചവസനികൾക്കെതിരെ, കഞ്ചാവിന്റെ ഹലികാർക്കെതിരെ ശക്തമായ രീതിയിലുള്ള നടപടി എടുക്കേണ്ടത്, അതിന് മുന്നിൽ നിൽക്കേണ്ടത് നാട്ടിന്റെ നേതൃത്വമാണ്. അല്ലാതെ ഞങ്ങളെ പോലത്തെ ഉസ്താദുമാർ ഒരു 10 മിനിറ്റിന്റെ വയല് പറഞ്ഞത് കൊണ്ടൊന്നും വലിയൊരു ഉപകാരമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. തീരെ ഉപകാരമില്ല എന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ഇത് നടപ്പിലാക്കേണ്ടവർ, ഇത് വലിയ ഉപകാരം കിട്ടാൻ ഇതിന്റെ മുഖ്യ കാരണക്കാർ അത് കമ്മിറ്റിക്കാരാണ്. അവർക്ക് വലിയ ജവാബ്ദാരിയുണ്ട്. ഗാഞ്ചവസനികളെ, അതല്ലെങ്കിൽ മദ്യപാനികളെ, അതല്ലെങ്കിൽ ബഡ്ഡിക്കടിമകളായവരെ നേതൃത്വ സ്ഥാനത്ത് കൊണ്ടുവരാൻ പാടില്ല, അത്തരക്കാരെ അടുപ്പിക്കാൻ പാടില്ല. അവരെ നല്ലോണം ഉപദേശിക്കണോ, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ചൊല്ലിക്കൊടുക്കണോ, അവർക്ക് വേണ്ട സലഹമായിട്ട് ഡയറക്ഷൻ ചൊല്ലിക്കൊടുക്കണോ, അവരെ സമാജത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണോ. അവരെ നീ പുറത്താക്കണ്ട, വെറുക്കണ്ട. പറഞ്ഞിട്ടും കേൾക്കുന്നില്ലെങ്കിൽ ഏത് നടപടി
അവിടെ എടുത്തിട്ടും വഴങ്ങുന്നില്ലെങ്കിൽ പിന്നെ വേണ്ടതുപോലെ ചെയ്തോളൂ. അല്ലാതെ ഒറ്റയടിക്ക് അവരെ അകറ്റാൻ പാടില്ല, അകറ്റാൻ പാടില്ല. പ്രത്യേകിച്ച് ഞങ്ങളെ ബാല്യക്കാർ, ഞങ്ങളെ യുവാക്കള് ആരറിയുമോ? ബാല്യക്കാര് ഈ ദീനിന്റെ നട്ടെല്ലാണ്, ഈ ഉമ്മത്തിന്റെ വലിയ ഭറവസയാണ്, ഈ സമാജത്തിന്റെ വലിയ ധൈര്യമാണ്. ഹബീബായ നബി തങ്ങൾ പോലും ഞങ്ങളെ യുവാക്കളെ, യുവക മണ്ഡലക്കാരെ എത്ര പോതിയിട്ടാ പറഞ്ഞത്, എത്രയാ ദുവാരുന്നത് ഇല്ലേ? ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഉസീകും ബിശബാബി ഖൈറാ ഹാലഫനി ശബാബു ലമ്മാ ഖാലഫനി ശുയൂഖ്. നിങ്ങ ബാല്യക്കാരോട് നല്ല നിലക്ക് പെരുമാറണോ, നല്ല ബിരുസത്തിൽ വേണോ. അവരാ ചൂട് പ്രായത്തില്, അവരാ ഗടിപിടിന്റെ പ്രായത്തില് എന്തെങ്കിലും അപ്പുറപ്പുറായി എന്ന് കണ്ടെങ്കില്, എന്തെങ്കിലും തപ്പുമോശ വന്നു പോയെങ്കില്, ദീനിന് നിരക്കാത്തത്, മനസ്സ് ബേജാറാകുന്നത് എന്തെങ്കിലും വന്നുപോയി എന്ന് കണ്ടാല് ബാല്യക്കാരെ അകറ്റാൻ നിൽക്കണ്ട, കുറ്റപ്പെടുത്തിയിട്ട് ദൂരാക്കണ്ട, അവരെ അടുപ്പിക്കാം. ആ പ്രായത്തിലെല്ലാം അപ്പുറപ്പുറാവും. പ്രായം അതല്ലേ. അപ്പോഴാണ് ഗടിപിടിയുണ്ട്. ബാപ്പാന്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ല, ബാപ്പാന്റെ അത്ര ഇരുട്ട് കണ്ടിട്ടില്ല, ബാപ്പാന്റെ അത്ര വെളി കണ്ടിട്ടില്ല, ബാപ്പാന്റെ അത്ര കഷ്ടപ്പെട്ടിട്ടില്ല, ബാപ്പാന്റെ അത്ര വേർപ്പൊലിപ്പിച്ചിട്ടില്ല. അപ്പൊ കുറച്ച് ഗടിപിടിയാവും. ബാല്യപ്രായമാണ്, യുവപ്രായമാണ്. അത് ബാല്യക്കാർക്ക് മോളായെങ്കിലും അങ്ങനെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. നമ്മളെ മോളെ മൊബൈലില് ഇതാറിനെ ഹായ് നിട്ട് നിനക്ക് എന്ന് കേട്ടിട്ടാകുമ്പോ, ഇനിയെങ്ങാനും ഓന്റെ മെസ്സേജ് കണ്ടെങ്കിൽ നിന്നെ തച്ച് തരിമുക്ക് പൊട്ടിക്കും എന്ന് ചെല്ലെങ്കിലേ ചൊല്ലും, ആയി തരിമുക്കല്ലേന് എന്ത് പൊട്ടിച്ചും മോശമില്ല, ഞാൻ ഇടുന്ന തന്നെ എനക്ക് ഓൻ തന്നെ. ഇപ്പൊ അങ്ങനെ സമാൻ ബദൽകെ. അപ്പൊ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരാൻ പാടില്ല. അപ്പൊ തച്ച് തരിമുക്ക് പൊട്ടിക്കും നല്ല ചെല്ലണ്ടി, അവരുടെ നല്ല മയത്തോടെ, സ്നേഹത്തോടെ. അവർ സോഫ്റ്റ് മൈൻഡുകാരാണ്, അവർ ഇളം മനസ്സുള്ളവരാണ്. പ്രായപ്പവും ഗടിപിടിയാവും, എന്നാലും നിങ്ങൾ അവരെ വലിയ പാര പോലാക്കിയിട്ട് കുറ്റപ്പെടുത്തണ്ട. നമ്മളെ യുവക മണ്ഡലത്തിന് അവനെ കമ്മിറ്റിക്ക് എടുത്തിട്ടില്ല, എടുത്ത വിഷയമല്ല. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം, ഓന് പുതിയ കമ്മിറ്റി എടുക്കുമ്പോ ഓൻ എടുത്തിട്ടേ ഇല്ല. ഹനീഫിനെ എന്നെ ചെല്ലേ, നിങ്ങൾ നാളെ ക്ലിപ്പ് വന്നെങ്കില ഹനീഫിനെ എടുത്തിട്ടേ ഇല്ല. ഹനീഫിന്റെ വയസ്സ് എത്ര? 40, 42. ആ ശരി, ഓൻ വേണ്ട. എന്റെ ഓൻ പണ്ട് 1984 വാച്ച് കട്ടനോ. എപ്പ 10-30 ആണ്ട് പിന്നെ, 30 ആണ്ട് പിന്നെ ഞാൻ വാച്ച് മാത്രം കട്ടണേ. എന്നെ പോലത്തെ വേറെ ഹനീഫുമാർ ഇടി തോട്ടത്തിന്റെ അടക്കെല്ലാം കട്ടി അല്ല വിഷയം ചെന്ന. എന്നാലും അന്ന് അടക്ക കട്ടിനെങ്കിലും ഇന്ന് ഞാൻ ഹനീഫല്ല. ഞാൻ ഇത് ഉദാഹരണം ചെല്ലാവല്ലേ, നാളെ ക്ലിപ്പ് വലിയ ആപത്ത് പോയി ലൈവ് വെച്ചിട്ട് പേടിച്ചിട്ടല്ല. എന്നാലൊരു ഫിത്തനക്കെന്ന് ഞാൻ ഒരു ചാൻസ് കൊടുക്കുന്നേ. പേടിക്കുന്നവരെ ഈ മൂന്നാമത്തെ ദുനിയയിൽ ആര് പേടിക്കേണ്ടി? പേടിക്കുന്നതല്ല. പക്ഷെ നാളെ ഒരു ഫിത്തന വന്നോണ്ടാ, ജനങ്ങളുടെ ഒരു വസ്വാസ്, ഒരു കൺഫ്യൂഷൻ അത് വന്നുകൊണ്ട എന്നൊരു ബേജാറ് മാത്രം, അല്ലാണ്ട് പേടിച്ചിട്ടല്ല. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം പടച്ചറബ് വെച്ച പോലാന്ത്, എല്ലാം അവണ ലീലാവിലാസ. പടച്ചറബ് നമുക്ക് ഖൈറ് കൊണ്ട് വിധിക്കട്ടെ. ആമീൻ ചൊല്ലി. നമുക്കെല്ലാം അല്ലാഹു ഖൈറ് കൊണ്ട് വിധിക്കട്ടെ. അപ്പോ ഈ ചങ്ങായി പണ്ടപ്പോഴോ കട്ട് നിറഞ്ഞിട്ട് ഇപ്പോഴും നാട്ടുകാർ അതിനെന്നെ പാടുന്ന. എല്ലാ കൊല്ലവും കമ്മിറ്റി കൂടുമ്പോ ഓൻ എടുക്കുന്ന വിഷയമില്ല. ഓൻ വേണ്ട, ഓൻ വേണ്ട, ഓൻ വേണ്ട, ഓൻ വേണ്ട, ഓൻ കട്ടിനു, വാച്ച് കട്ടിനു. ആ വാച്ച് പോയിട്ട് വരലൊക്കത്തേക്ക് ഈ അതിന്റെ പിന്നെ ഈ ചങ്ങായി 4 ഉംറക്ക് പോയിനി, 3 പെണ്ണുകിടാക്കളെ മങ്ങലാക്കിട്ട് കൊടുക്കുമ്പോ 5 ഫോണ് കൊടുത്തിന്. അതിന്റെ ഇടയ്ക്ക് എല്ലാം നല്ലതുമോ ഉള്ളോ, സമ്മേളനത്തിന്റെ ചെയർമാനാവും റെഡി, എല്ലാ വിഷയത്തിലും സുന്നത്ത് നിസ്കാരം പോലും ഒഴിവാക്കുന്നുമില്ല. എന്നാലും നാട്ടുകാർ വാച്ച് കട്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അതിനെ പാടിക്കൊണ്ടുണ്ട്. ഓനെടുക്കണ്ട, ഓനെടുക്കണ്ട, അത് പറ്റാല. അങ്ങനല്ല, അത് ആ പ്രായത്തിൽ അങ്ങനെ ആയി. സാരമില്ല, വിട്. അതിനെ മറക്കണോ, അതിനെ വിടണോ, എന്നിട്ട് അടുപ്പിക്കണോ, ചേർത്ത് നിർത്തണോ. ഔട്ടാക്കാൻ എല്ലാവർക്കും എളുപ്പം, പരുന്ന് പുറത്താക്കാനും ഔട്ടാക്കാനും കുടുംബ ബന്ധം മുറിക്കാൻ എളുപ്പം. പക്ഷെ അങ്ങനല്ല വേണ്ടത്. ചേർത്ത് നിർത്തണോ, തുന്നിച്ചേർക്കണോ, അടുപ്പിക്കണോ. അതാണ് പരിശുദ്ധമായ ദീന് പഠിപ്പിക്കുന്നത്. ആരെയും പുറത്താക്കണ്ട. പ്രത്യേകിച്ച് റസൂലുള്ളാഹി പറഞ്ഞ കണ്ടോ, വല്ലക്കാർക്ക് നിങ്ങൾ മനസ്സ് നൊമ്പലാക്കിരണ്ട, അവരോട് നിങ്ങൾ കയർക്കണ്ട, കർക്കശ നിലപാടെടുക്കണ്ട, അവരെ നിങ്ങൾ പടിക്ക് പുറത്താക്കണ്ട. എന്തറിയുമോ,
خالفني الشباب لما خالفني الشيوخ. ബാല്യക്കാരറിയാം, ഞാൻ ദീനിന്റെ പ്രബോധനവുമായിട്ട് മക്കത്ത് വന്നപ്പോ അന്ന് മക്ക നാട്ടിൽ ഇസ്ലാമിന്റെ പ്രബോധനവുമായി, തൗഹീദിന്റെ ബോധനവുമായി, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രചരണവുമായി ഞാൻ അങ്ങതാ ഒറ്റയ്ക്ക് ഇറങ്ങിയ നേരം എനിക്ക് റൈറ്റ് ഹാൻഡായി ലെഫ്റ്റ് ഹാൻഡായി എന്റെ മുന്നിലും പിന്നിലുമെല്ലാം നിന്നത് സപ്പോർട്ടായത് ബാല്യക്കാരാണ്, വയസ്സന്മാരല്ല. എനിക്ക് എല്ലാ പിന്തുണയും തന്നതെന്ന് ബാല്യക്കാരായിരുന്നു. ഹംസയെ പോലെ, ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അവരാ ധൈര്യം എനിക്ക് വലിയ ഗുണായി, അവരെ സപ്പോർട്ട് എനിക്ക് വലിയ ബലമായി. ഉമർ ഖത്താബ് തങ്ങളെന്ന ബാല്യക്കാരൻ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നപ്പോ, ഹബീബായ നബി തങ്ങളെ കൂടെ കൂടിയപ്പോ, നിസ്കാരവും നോമ്പും നോക്കാൻ തുടങ്ങിയപ്പോ അന്ന് മുതലാണ് ദീനുൽ ഇസ്ലാം പരസ്യമായി പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. അല്ലേ? അതുവരേക്കും ദാറുൽ മറ്റു വീട്ടില് രഹസ്യമായിട്ടായിരുന്നു ദീനിന്റെ പ്രബോധനോ. ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ഖുർആനിന്റെയും ക്ലാസ് വളരെ രഹസ്യമായിട്ടാണ്. ഉറൂസ് കമ്മിറ്റിക്കാർക്ക, ജമാഅത്ത് കമ്മിറ്റിക്കാർക്ക, അല്ലെങ്കിൽ നമ്മളെ യൂത്ത് വിംഗുകാർക്ക, അല്ല മൂത്ത വിംഗുകാർക്ക എന്തെങ്കിലും ചൊല്ലനുണ്ടെങ്കിൽ അടുത്തേക്ക് വരാവല്ലേ. ഇങ്ങനെ ഞാൻ അനങ്ങണ്ട, പോകണ്ട, വരണ്ട, എണിക്കണ്ട, ഇരിക്കണ്ട, ചെല്ലിട്ട് ഇങ്ങനെ ടൈറ്റിൽ നിൽക്കണ്ട. എന്തെങ്കിലും അത്യാവശ്യം ചെല്ലനുണ്ടെങ്കിൽ വരി, മോശമൊന്നും ഇല്ല. അല്ലാതെ വെറുതെ അപ്പുറപ്പുറാക്കണ്ടെന്ന് അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഏതായാലും അല്ലാഹു മജ്ലിസ് കബൂലാക്കട്ടെ. അന്ന് ഹബീബായ നബി തങ്ങൾ വളരെ രഹസ്യമായി പേടിച്ചിട്ടായിരുന്നു നിസ്കാരം വരെ. എന്റെ ളുഹൂറിനും അസുറിനും സൂറത്തും എല്ലാം തുടങ്ങിയില്ലേ? മഗ്‌രിബിന് ഇശാക്ക് സുബഹിക്കെല്ലാം ഫാത്തിഹയും വെച്ച് ഓതണോ, സൂറത്തും വെച്ച് ഓതണ്ടേ? ളുഹൂറിനും ഫാത്തിഹ ഓതണോ, സൂറത്തും ഓതണോ? പക്ഷെ അങ്ങനെ ഓതണോ? ഇമാം എങ്ങനെ ഓതണോ? മാമൂമ് എപ്പോഴും എല്ലെന്നെ ഓൻ കൂറ്റെടുക്കാനേ കയ്യ കറാഹത്താണ്. ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളില്ലേ, അയാൾ എപ്പോഴും സൗണ്ട് എടുത്തിട്ട് ഓതാനേ കയ്യ. അയാൾ ഓതുന്നത് അയാൾക്ക് മാത്രം കേൾക്കണോ, പുറത്തേക്ക് കേൾക്കാൻ കയ്യ. അത് കറാഹത്ത. എന്തെങ്കിലും മസാല അപ്പുറം ഉണ്ടെങ്കിൽ നാളെ ഉസ്താദുമാർ ചെല്ലും. ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഇമാം സാഹിബില്ലേ, ഖത്തീബ് ഉസ്താദ്, അയാൾ മഗ്‌രിബിനും ഇശാക്കും സുബഹിക്കെല്ലാം വെച്ച് ഓതണോ? എന്റെ ളുഹൂറിനും അസ്റിനെല്ലാം എല്ലാക്കിയേ. അത് ആ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് 5 നേരം നിസ്കാരത്തിനും എല്ലെന്നായി എല്ലാ സൂറത്ത് ഓതിട്ട് നിസ്കരിക്കും, എല്ലാ ഫാത്തിഹ ഓതിട്ട് നിസ്കരിക്കും. വെച്ചോതല കേൾക്കും ശത്രുക്കള്. അബൂജഹലും മുത്തുബത്തും ഷൈബത്തും അബൂ സുഫിയാനും കൂട്ടരുമെല്ലാം അവിടെ അങ്ങനെ ഊരിപ്പിടിച്ച വാളുമായി നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും മെല്ലെ ഓതുകയായിരുന്നു, മെല്ലെ ഓതിയിട്ട് നിസ്കരിക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് ഉമർ ഖത്താബ് തങ്ങൾ രംഗത്ത് വരലോടുകൂടി ആ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനം പരസ്യമാക്കി. ഉമർ ഖത്താബ് തങ്ങൾ എന്ന ബാല്യക്കാരന് മുന്നിൽ നിന്നു, ആ പ്രസിഡന്റ് എതിരിൽ നിന്നു. യുവാക്കളെ നേതാവ് മുന്നിൽ നിന്നിട്ട് ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞങ്ങൾ സത്യത്തിന്റെ വഴിയിലല്ലേ, ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാനില്ലല്ലോ, ഒരാളെ രോമം പോലും ഞങ്ങൾ പൊരിക്കുന്നില്ലല്ലോ, ഒരാളെ ഈർക്കലിന്റെ കഷ്ടം പോലും ഞങ്ങൾ എടുക്കുന്നില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനു നബിയെ ഒണിച്ചിട്ടിരിക്കണോ, ഞങ്ങൾ എന്തിനു പേടിക്കണോ? വരി നബിയെ, ഇറങ്ങി പുറത്തേക്ക്. അന്ന് മുതലാണ് ആ ബാല്യക്കാരന്റെ സപ്പോർട്ട് കിട്ടിയപ്പോ ഹബീബായ നബി തങ്ങൾ പുറത്തിറങ്ങി. അതാണ് ബാല്യക്കാർ. ഇന്ന് നമ്മളെ ബാല്യക്കാരെ നമ്മിട്ട് പുറത്തിറങ്ങാമാ? പുറത്തിറങ്ങിയ അതിന്റെ ഡബിൾ സ്പീഡിലുള്ള കൊണ്ടിവരും. പണ്ടൊരു ഞങ്ങൾ സുബ്രഹ്മണ്യത്ത് പോത്തിനോടുന്ന പോലെ. എല്ലാ ബാല്യക്കാരും അല്ല. ഇന്നിപ്പോ ഏത് ബാല്യക്കാരും നമ്പണ്ടിയെ തൊപ്പി വെച്ചോനെ ഓകാ. തൊപ്പി മാത്രം നോക്കി അങ്ങ് പോരാ. നിങ്ങൾ അവനെ അടുത്തേക്ക് പിടിച്ചിട്ടൊന്നുമല്ല, ഒന്ന് പൂഞ്ഞിട്ട് നോക്കണോ? അപ്പൊ ഇടയിൽ കുപ്പിയും കാണിച്ചിരുന്നു. കാണുന്നില്ലേ സമൂഹം ആ നിലക്കായി? ഗാഞ്ചക്കടിമകളായി, മദ്യവ്യസനികളായി, എല്ലായിടത്തും ഇത് വ്യാപകമായി. നല്ല ജാഗ്രത, ഉമ്മമാർ ജാഗ്രത, ബാപ്പമാർ ജാഗ്രത. മോന്തി നേരത്തെ ആ സമയത്ത് അതല്ലെങ്കിൽ അസ്വാഭാവികമായ രൂപത്തില് പൊന്നാര മോന് വീടിന്റെ ഉമ്മറപ്പടി കയറി വരുമ്പോ, പിന്നെ ചെമ്പോത്തിന്റെ കണ്ണുപോലെ ചോന്ന കണ്ണുമായിട്ട് വരുമ്പോ, ചെമ്പോത്ത് നിങ്ങന്തിയുള്ള ചെമ്പോത്തിന് കുപ്പിള കുപ്പിളുടെ കണ്ണുപോലെ ചോന്ന കണ്ണായിട്ട് മോന്തിക്ക് കേറിയിട്ട് വരുമ്പോ
കേക്കണം പാപ്പ, ഉമ്മ കേക്കണം. എന്തും നിന്റെ കണ്ണ് ചോന്നിനെ? നീ എന്ത് മുണ്ടും ഇങ്ങനെ പല്ല് കടിക്കുന്നേ? നീ എന്ത് നിന്നോട് ആടുന്നെന്തുമ്മ? നീ എന്ത് ഇത് ഇടക്കിടക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ മുണ്ടിക്കൊണ്ട്? കുറെ നാളെ എല്ലാവരും ഫോണ് വരുമ്പോ മെല്ലെ മെല്ലെ മുണ്ടുന്നോ? അല്ലാണ്ട് ഒരു ചങ്ങായിന്റെ ഫോണ് വരുമ്പോ മാത്രല്ല നീ ഇങ്ങനെ പോന്ന കാണുന്ന. എന്ത് കഥ കേക്കണം പാപ്പ? നിങ്ങ ഒരു വേള മിണ്ടാണ്ടിരുന്നാൽ നിങ്ങൾ നാളെ വലിയ വില കൊടുക്കേണ്ടി വരും. നിങ്ങളെ ഇസ്സത്ത് തെറിച്ചു പോവും. നിങ്ങൾ ഒരു വേള നാളെ നാശത്തിലേക്ക് പോകും. കണ്ടില്ലേ? ഉമ്മാനെ കഴുത്തറുത്തു കൊന്നോ, ഉമ്മാനെ കഴുത്തറുത്തു കൊന്നോ. ഏതോ ഒരു പെണ്ണിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന നേരം അവിടെ നിന്നതാ പെങ്ങള് എതിർത്തു. മംഗലം കഴിയാതെ ഏതോ ഒരു പെണ്ണിനെ പൊരന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് തിരിയളെ പോലെ കയ്യുന്നത് ശരിയല്ല എന്ന് മൂത്ത പെങ്ങള് എതിർത്തതിന് വേണ്ടിയിട്ട് മൂത്ത പെങ്ങളെ തലയറുത്തു. ഇന്നലെയല്ല മിഞ്ഞാന്ന്. നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും, ന്യൂസ് ചാനല് കണ്ടിട്ടുണ്ടാവും. അപ്പോ 11:30 ഇൻഷാ അല്ലാഹ്. ഉമ്മമാരെ സഹോദരിമാരെ ബക്കറ്റ് വരുന്നുണ്ട്, ആണുങ്ങളെ ഭാഗത്തേക്കും വരുന്നുണ്ട്. നല്ലൊരു സംഭാവന അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഉദ്ദേശങ്ങൾ കരുതിക്കോളൂ, മുറാദുകൾ കരുതിക്കോളൂ. എല്ലാം കരുതിയിട്ട് നല്ലൊരു പൈസ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അള്ളാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. മക്കളെ പരീക്ഷ കാര്യങ്ങളൊക്കെ നടന്നു. നല്ല വിജയവും നല്ല ഓർമ്മശക്തിയും നല്ല ഉഷാറും വേണോ? അത് കരുതിക്കോളി. തടിയിലുള്ള രോഗങ്ങൾ, ക്ഷീണങ്ങൾ കരുതിക്കോളി. മനസ്സിന്റെ വിഷമം, ബേജാറ് കരുതിക്കോളി. മരിച്ചുപോയ ഉമ്മ ബാപ്പ വേണ്ടപ്പെട്ടവരെ കരുതിക്കോളി. ഈമാനോടെയുള്ള മരണം കരുതിക്കോളി. എല്ലാ മുറാദും കരുതിയിട്ട് നല്ലൊരു പൈസ അതിലേക്ക് ഇട്ട് കൊടുക്കി. 3 കാര്യം ചെയ്യുമ്പോ നിങ്ങൾ ഉദ്ദേശം കരുതണം. 3 കാര്യം ചെയ്യുമ്പോ മനസ്സിന്റെ ഉദ്ദേശം എല്ലാം കരുതിക്കൊള്ളണോ. അത് വലിയ ഉപകാരപ്പെടും. 1, സംസം വെള്ളം കുടിക്കുമ്പോ, സംസം വെള്ളം കുടിക്കേണ്ടത് ആട് തെളി കുടിച്ച പോലെ കുടിക്കേണ്ടതല്ല. അല്ലെങ്കിൽ നാഗേശം പെപ്സി കുടിച്ച പോലെ കുടിക്കേണ്ടതല്ല സംസം. അത് കുടിക്കുമ്പോ എന്താക്കണം? ഞാൻ മട്ടും ചേല പോലെ കുടിക്കണോ. എന്നിട്ട് മനസ്സിന്റെ മുറാദും ഉദ്ദേശവും തടിന്റെ രോഗവും പ്രഷറും ഷുഗറും എല്ലാം കരുതണോ. എന്നിട്ട് കുടിക്കണം. 1. പിന്നെ 1 യാസീൻ ഓതുമ്പോ സൂറത്തു യാസീൻ ലിമാ ഖുരിഅ, എന്ത് കാര്യം ഉദ്ദേശിച്ചോദിയാലും അല്ലാഹു ശരിയാക്കി തരും. അപ്പൊ യാസീൻ ഓതുമ്പോ നിന്റെ മുറാദ് ഉദ്ദേശം കരുതിക്കൊള്ളണം. അതുപോലെ തന്നെ സദഖ കൊടുക്കുമ്പോ ദാനധർമ്മം ചെയ്യുമ്പോ നീ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോ പാവപ്പെട്ടവർക്ക്, അൽഹംദുലില്ലാഹ് ഞങ്ങളെ വീട്ടിലെ ജമാഅത്ത്, ഞങ്ങളെ ഈ മഹല്ലത്ത് കൊല്ലം 2 പെണ്ണുകിടാക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ്. എല്ലാ ചെലവുകളും വഹിച്ചിട്ട് എല്ലാ നിലക്കുള്ള സംരംഭങ്ങളും ഒരുക്കിയിട്ട് പാവപ്പെട്ട കുടുംബത്തിലെ 2 പെണ്ണുകിടാക്കളെ കെട്ടിച്ചേക്കാനുള്ള തീരുമാനത്തിലാണ്. മാത്രമല്ല മഹിളാ കോളേജ് തുടങ്ങാനുള്ള ഉദ്ദേശത്തിലാണ്. സാമൂഹികമായി സമാജത്തിനും നാട്ടുകാർക്കും മറുനാട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹിക രംഗത്ത്, ജീവകാരുണ്യ പ്രവർത്തന മേഖലയില്, ആരോഗ്യ രംഗത്ത് നൂതനമായ പദ്ധതികളും കാര്യങ്ങളുമാണ് ഞങ്ങളെ വീട്ടിലെ ജമാഅത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. അള്ളാഹു ഭംഗിയായ നിലക്ക് പൂർത്തിയാക്കാനും നടപ്പിൽ വരുത്താനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന പൈസ വെറുതെയാവേല. സദഖ കൊടുക്കുമ്പോ ഉദ്ദേശം കരുതിക്കോ. എത്ര പൈസയാ പെട്രോളിന് ചെലവിട്ടത്? ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, അസ്സദഖത്തു തദ്ഫഉ ബിഹാ 70 ബലാ. നിങ്ങൾ കൊടുക്കുന്ന സ്വതക്ക ആർക്കുവാകട്ടെ, പള്ളിക്കായാലും മദ്രസക്കായാലും ഇതുപോലെയുള്ള മജ്ലിസുകൾക്കായാലും പാവപ്പെട്ടവർക്കായാലും രോഗികൾക്കായാലും കെട്ടുപ്രായമെത്തിയ പെണ്ണിന്റെ കല്യാണത്തിനായാലും ആർക്ക് കൊടുത്ത സ്വതക്കയായാലും ആ കൊടുത്ത സ്വതക്ക കാരണമായി, ആ കൊടുത്ത ദാനധർമ്മം കാരണമായി അല്ലാഹു 70ഓളം ബലാകളെ തട്ടിക്കളയും. 70ഓളം പ്രയാസങ്ങള്, 70ഓളം പരീക്ഷണങ്ങള്, 70ഓളം ബുദ്ധിമുട്ടുകൾ അല്ലാഹു തട്ടിക്കളയോ നിങ്ങൾ കൊടുത്ത സ്വതക്ക കാരണം കൊണ്ട്. ഖാല റസൂലുള്ളാഹ്. അതുകൊണ്ട് ബക്കറ്റ് വരുമ്പോ മറക്കണ്ട, അള്ളാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. പറഞ്ഞു വന്നത് ബാല്യക്കാർ മുന്നിൽ വേണം. എല്ലാ കാര്യത്തിലും ബാല്യക്കാർ മുന്നിൽ വേണം. അവരാണ് ഞങ്ങളെ ധൈര്യം, അവരാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ധൈര്യം, അവരാണ് ഈ സമാജത്തിന്റെ ഏറ്റവും വലിയ പറവസ്, അവരാണ് ഹബീബായ നബി തങ്ങൾ പ്രാർത്ഥിക്കപ്പെട്ട കൂട്ടര്. ഇല്ലേ, ബദ്ർ യുദ്ധം നടക്കുമ്പോ ഇങ്ങനെ ബക്കറ്റ് പിടിച്ചോറൊന്ന് എന്നെ നോക്കിയാവല്ലേ, ആ ബക്കറ്റ് പിടിച്ചോറൊന്ന് എന്നെ നോക്കിയാവല്ലേ, പ്ലീസ് എന്നെ നോക്കിയാവല്ലേ. അവർ ഇടട്ട് ഇടാതിരിക്കട്ടെ, നിങ്ങ നേരെ പോണാവല്ലേ. നിങ്ങൾ ആരും ഇങ്ങനെ ഈ ഇന്ത്യന്റെ കൊടി കാട്ടുന്ന പോലെ കൂട്ടിക്കൊണ്ട് പോകണം.
നേരെ ചന്തത്തിൽ ഉള്ളവരിടും, എല്ലാവർക്കും ഇടാനുള്ള ഭാഗ്യം ഉണ്ടാവാൻ. അത് പറയും പൈസ എല്ലാവരിലും ഉണ്ട്, പൈസ ആരിലില്ലാത്ത, പക്ഷെ കൊടുക്കാനുള്ള ഒരു തൗഫീഖില്ലേ, അത് വലിയ തൗഫീഖാണ്. അത് എല്ലാവർക്കും ഇല്ല, അത് ചില കൈകൾക്ക് മാത്രമാണ്. ആ കൈയാണ് യദുൽ ഉല്യ, പരിശുദ്ധ ഖുർആൻ. അതാണ് ഉന്നതമായ കൈ. അല്ലാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. ആ കൊടുത്ത സദഖാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളിലും വേണ്ടപ്പെട്ടവരിലുമുള്ള രോഗങ്ങൾ അല്ലാഹു മരുന്നില്ലാതെ ശിഫയാക്കട്ടെ. ഞാൻ ഏടെ പറഞ്ഞിട്ട് നിർത്തിയ